ഏവർക്കും ലിറ്റ്ഷോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2026 ജൂലൈ മാസം നടക്കാനായി പോകുന്ന സെറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ഇനിയും നിങ്ങൾക്ക് മുന്നിലുണ്ട്. എങ്കിലും തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷ് പോലൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം, അതിനെങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയങ്ങളിൽ ഉണ്ടാകുക. ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയാണ് പ്രധാനമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾക്കത് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ പരീക്ഷയുടെ സിലബസിനെ പറ്റി കൃത്യമായ ഒരു അവബോധമാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സെറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറിൽ രണ്ടായിട്ടാണ് നമുക്കുണ്ടാവുക. അതായത് സെറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കണമെങ്കിൽ പേപ്പർ 2 ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ പേപ്പർ 1 ജനറൽ പേപ്പർ 1ഉം ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ, ഒരു അഗ്രിഗേറ്റ് കട്ട് ഓഫ് കടന്നെങ്കിൽ മാത്രമേ സെറ്റ് ഇംഗ്ലീഷ് ക്വാളിഫൈ ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പേപ്പറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അതിൽ നമുക്ക് നിലവിൽ LBS പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 6 യൂണിറ്റുകളാണ്. 6 യൂണിറ്റുകൾ, ഓരോ യൂണിറ്റിലും 20ഓളം സബ് മൊഡ്യൂൾസിൽ അടങ്ങുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് പേപ്പർ 1നും 6 യൂണിറ്റുകൾ അടങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ സിലബസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കൃത്യമായ രീതിയിൽ സിലബസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യത്തെ 1, 2, 3 യൂണിറ്റുകൾ കൃത്യമായ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും, 4ാമത്തത് വേൾഡ് ലിറ്ററേച്ചർ, അതായത് അമേരിക്കൻ ലിറ്ററേച്ചർ, കനേഡിയൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ലിറ്ററേച്ചർ പോലുള്ള സെക്ഷനിലും, 5ാമത്തെ ലിംഗ്വിസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ളതും, 6ാമത്തെ ലിറ്റററി തിയറി അല്ലെങ്കിൽ ക്രിറ്റിസിസമാണ് പേപ്പർ. അങ്ങനെ 6 പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം എൻകംപാസ് ചെയ്യുന്ന രീതിയിലുള്ള 6 യൂണിറ്റുകളാണ് സെറ്റ് ഇംഗ്ലീഷിലേക്ക് തന്നിരിക്കുന്നത്. സെറ്റ് ജനറൽ പേപ്പർ 1ലേക്ക് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ബിഎഡിനൊക്കെ പഠിച്ചിരിക്കുന്നതായ സൈക്കോളജി പോലുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ജനറൽ പേപ്പർ 1ൻ്റെയും സിലബസ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി കുറഞ്ഞ സമയം മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. അതായത് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം മുതൽ നിങ്ങളുടെ ജൂലൈയിലായിരിക്കാം നമുക്ക് പ്രധാനമായും ഇതിൻ്റെ ഒരു എക്സാം ഡേറ്റ് നമുക്ക് ടെൻറ്റേറ്റീവായിട്ട് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ജൂലൈയിലേക്ക് കൃത്യമായി പറയുന്ന ഒരു 3 മാസത്തിൽ താഴെ മാത്രമേ ഇനി നിങ്ങൾക്ക് സമയമുള്ളൂ. ആ കുറഞ്ഞ സമയം എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും എല്ലാ സെറ്റ് ആസ്പിരൻസും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സെറ്റ് ഇംഗ്ലീഷിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായും നിങ്ങൾ അനുവർത്തിക്കേണ്ടതായ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസവും കൃത്യമായി, ഇപ്പോൾ സെറ്റ് ഇംഗ്ലീഷാണ് പഠിച്ചു തുടങ്ങുന്നത്, ഓരോ യൂണിറ്റ് വീതം ഫോക്കസ് ചെയ്യുക. ആ ഒരു യൂണിറ്റ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കണം എന്നല്ല പറഞ്ഞത്. പകരം ഒരു യൂണിറ്റിലെ ഒരു പെർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ യൂണിറ്റിലെ ഒരു സെക്ഷൻ നിങ്ങൾ ടൈം ടേബിൾ പ്രകാരം അത് കവർ ചെയ്യുക. അത് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക്കിനെ പറ്റി മാക്സിമം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നായാലും, മറ്റിനി ഗൂഗിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻ്റർനെറ്റ് സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക. അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു നോട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. ഇതേ രീതിയിൽ ഓരോ യൂണിറ്റുകളിലെയും ഓരോ പെർട്ടിക്കുലർ പ്രോപ്പറായിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് ആദ്യം പ്രിപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതായത് ഈ ഓരോ സെക്ഷനിൽ നിന്നും എങ്ങനെയാണ് ഇതിനു മുമ്പുള്ള ചോദ്യങ്ങൾ വന്നതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം മാറിയ പഴയ രീതിയിലുള്ള ഡയറക്റ്റ് മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല. കാരണം അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം, സിലബസിലെ ഒരു പെർട്ടിക്കുലർ പോർഷൻ നിങ്ങൾ നോട്ട്സ് ആക്കി എഴുതിയെടുക്കുന്നു. പിന്നെ അതേ പോർഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള PYQ എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 രീതിയിൽ നിങ്ങൾ ഒരേപോലെ പാരലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതേ മെത്തേഡ് നിങ്ങൾക്ക് പേപ്പർ 1ലും അവലംബിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ പിന്നെ ഇത് ചെയ്തു വരുമ്പോൾ അഭിമുഖീകരിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സമയക്കുറവാണ്. കാരണം ഈ ഒരു മെത്തേഡ് ശരിക്കും ചെയ്യണം എപ്പോഴാണോ കുറച്ച് നിങ്ങൾക്ക് മുന്നിൽ 6 മാസമോ അതിലേറെ സമയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു മെത്തേഡ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഇപ്പം എന്തൊക്കെ ചെയ്യണം, ആ ഒരു സിലബസിലെ ഓരോ യൂണിറ്റിലെ ഓരോ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ സ്റ്റഡി സെക്ഷൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെപ്പറ്റി നിങ്ങൾ മാക്സിമം മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, ഇൻഫർമേഷൻസും നോളജും കളക്ട് ചെയ്യുക എന്നുള്ളതും അടുത്തൊരു ഇതാണ്. മൂന്നാമത് അതെല്ലാം നിങ്ങൾ കൃത്യമായി ക്രോഡീകരിച്ച് നോട്ട് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ ശേഷം വേണം ആ നോട്ടിനെ വെച്ച് നിങ്ങൾ പഠിക്കാൻ. അതും കഴിഞ്ഞാണ് നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ടൈം നിങ്ങൾക്ക് ഏറ്റവും അധികം കൺസ്യൂം ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം,
ഇത്രയും ചെയ്യാൻ നിങ്ങളിൽ സമയമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കോച്ചിങ്ങിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ലിറ്റ്വർ ഫോം പോലുള്ള ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ കോച്ചിങ് പ്ലാറ്റ്ഫോമിലൂടെ സെറ്റ് ഇംഗ്ലീഷിനും സെറ്റ് ജനറൽ പേപ്പർ 1നും കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 3 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുകയാണ്. താരതമ്യേന കുറഞ്ഞ ഫീസിൽ. അവിടെ എന്ത് നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ ലഭ്യമാകുക. അതായത് ഓരോ യൂണിറ്റിലും കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമത്. രണ്ടാമതെന്ന് വെച്ചാൽ ആ പോർഷൻസിൽ തന്നെ നമ്മൾ നിലവിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ചുള്ള മെറ്റീരിയൽസാണ്, അതിനുള്ള സ്റ്റഡി പ്ലാനാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതേ പ്രകാരം PDF മെറ്റീരിയൽസ് ഉണ്ടാവും, അതിനെ ഡീറ്റെയിൽ ചെയ്യുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാം, മോക്ക് എക്സാം, അതായത് ഓരോ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് മോക്ക് എക്സാമും കൂടി നമ്മൾ ഒരേ സമയം എഴുതി പോവുകയാണെങ്കിൽ ആ ഒരു ഏരിയ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ തറവായിരിക്കും. പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിന് പുറമെയാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മുടെ ഫാക്കൽറ്റി സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ കുറഞ്ഞ സമയം കൃത്യമായി നിങ്ങളുടെ ഒരു വിജയമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും ലിറ്റ്വറിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ പിൻ ചെയ്ത് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷും സെറ്റ് ജനറൽ പേപ്പർ 1നും നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായി നല്ലൊരു വിജയം എത്തിപ്പിടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊന്നിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല. കൃത്യമായ രീതിയിൽ നിങ്ങൾ ഈ ഒരു കോച്ചിങ്ങിൽ നമ്മൾ നൽകുന്ന മെറ്റീരിയൽസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യത്തെ സെറ്റ് നിങ്ങൾക്ക് പാസ്സാകാൻ ഉറപ്പാണ്. അതിന് കൃത്യമായ രീതിയിൽ കോൺഫിഡൻസ് ലിറ്റ്വർ അക്കാഡമിക്കുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഒരു ഭാഗമാകാം, വിജയം നേടിയെടുക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്വർ അക്കാഡമി. താങ്ക് യു ഓൾ.